വിഷു ആണ്. ഇന്ന് ഏപ്രിൽ 13 സർപ്രൈസ് ആയിട്ട് വീട്ടിൽ പോവാണ്. എന്റെ ഏട്ടത്തി നമുക്ക് മാത്രം അറിയാം, പപ്പ അമ്മയ്ക്ക് അറിയാം, വീട്ടിൽ വേറെ ആർക്കും അറിയില്ല. നമ്മൾ ഇന്ന് വരുന്നത് നമ്മളില്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമം എന്നാണ് അവര് പറയുന്നത്. ഇന്നലെ ഞങ്ങള് കോയി ചെങ്ക് എന്നാണോ പറയുന്നത്. എനിക്ക് നന്നാ ചേട്ടാ ചൈനീസ് പടക്കവും മേടിച്ചിട്ട് നോട്ടിന്റെ വലിപ്പം കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ നിൽക്കുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടാവും. വെളുപ്പാങ്കാലത്ത് 5:30-6 മണിക്ക് പ്ലാൻ ചെയ്ത് 5 മണിക്ക് പ്ലാൻ ചെയ്ത ട്രിപ്പ് നമ്മൾ ഏകദേശം 7 മണി കഴിഞ്ഞപ്പോഴാണ് തുടങ്ങിയത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ വിഷു ആണ്. ഇന്ന് ഏപ്രിൽ 13 എന്തൊരു ചറപ്പാ. എന്നിട്ട് ഗൈസ് അപ്പോ നമ്മളിപ്പോ നിൽക്കുന്നത് കേരളക്കരയുടെ നെഞ്ചിടിപ്പും അഭിമാനവുമായ മാഹിയിലാണ് ഗൈസ്. നന്ദുചേട്ടൻ അതെന്ത് വർത്താനാണ്? അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല. നമുക്ക് മാഹി നമ്മൾ തന്നെ. അപ്പൊ നമ്മള് ആക്ച്വലി ഇന്നലെ രാത്രി വരെ ഷൂട്ടായിരുന്നു, കോമഡി മാസ്റ്റേഴ്സിന്റെ ഷൂട്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് വെളുപ്പിന് ഞങ്ങക്ക് വീട്ടിൽ പോണം. എന്തൊരു കുലുക്കളാ ഗൈസ്. ഞാൻ കുലുങ്ങുന്നതല്ല, ക്യാമറ കുലുങ്ങുന്നതല്ല. ഇത് കേരളത്തിലെ റോഡ് ഭയങ്കര മോശമായതുകൊണ്ടാണ്. പിന്നെ അപ്പൊ മാഹി കേരളത്തിലല്ലേ? നമ്മളിപ്പോ മാഹിയിലാണ്. കേരളത്തിലല്ല ഗൈസ്, നമ്മുടെ കേന്ദ്രഭരണ പ്രദേശത്തെ റോഡ് മോശമായതുകൊണ്ടാണ് പതിയെ പോകും. അപ്പൊ ഞങ്ങൾ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർപ്രൈസ് ആയിട്ട് വീട്ടിൽ പോവാണ്. അപ്പൊ വീട്ടുകാർക്ക് നമുക്കൊരു ദുബായ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് ലാസ്റ്റ് മിനിറ്റിൽ ചില കാരണങ്ങൾ മാറ്റിവെച്ച കാര്യം വീട്ടിൽ പറഞ്ഞോന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഏട്ടത്തി അമ്മക്ക് മാത്രം അറിയാം, പപ്പ അമ്മയ്ക്ക് അറിയാം, വീട്ടിൽ വേറെ ആർക്കും അറിയില്ല നമ്മൾ ഇന്ന് വരുന്ന കാര്യം. അപ്പൊ നമ്മളില്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമം വീട്ടില് എന്നാണ് അവര് പറയുന്നത്. അപ്പം എന്നിട്ട് നമ്മളില്ലാത്തതുകൊണ്ടൊക്കെ ചേച്ചിക്ക് ഒരു ക്ലൂ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ വരുന്നുണ്ട്, ആരോടും പറയല്ലേ. സോ റോഡ് കഴിഞ്ഞ ഒരു മിനിറ്റ് ഗൈസ് പെട്ടു. അയ്യോ, ഇത് റോഡില്ലേ? ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഹൈവേ ആണ് അപ്പുറത്ത്. മാഹിയിൽ ഇപ്പൊ നമ്മള് പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല, റോഡ് സൈഡ് തന്നെ പമ്പ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അല്ലെങ്കിൽ നമ്മള് പുറത്തേക്ക്, അതായത് മാഹി ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്തിട്ട് മാഹി ടൗണിൽ പോണം. എന്തിനാ? പെട്രോൾ അടിക്കാനും പിന്നെ കള്ളൊക്കെ മേടിക്കുന്ന ആൾക്കാർക്ക്. നമ്മൾ പിന്നെ അങ്ങനെ അല്ലല്ലോ. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് മാത്രമേ മോശമുള്ളൂ. സോ നമുക്ക് രണ്ടാമത് പറഞ്ഞ പരിപാടി ഇല്ലാത്തതുകൊണ്ട് പെട്രോൾ അടിക്കാൻ വേണ്ടിട്ട് നമ്മൾ ആ റോഡ് എക്സിറ്റ് ചെയ്തിട്ട് ഈ റോഡ് കയറിയതാണ്. അപ്പൊ ഇവിടെ നിന്ന് ഒരു ഫുൾ ടാങ്ക് അടിച്ചിട്ട് നല്ല ലാഭമുള്ളൂ. അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് വന്നത്. രാവിലെ ഇറങ്ങിയത് കൊണ്ട് ഭയങ്കര ക്ഷീണമുണ്ട്. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് കണ്ണട വെച്ചേക്കുന്നതെന്ന്. ഉറങ്ങി തൂങ്ങി കണ്ണുണ്ട്, അതുകൊണ്ടാണ്. ഹായ് ഇന്ദ്രസ പമ്പ് ഗൈസ്, നിങ്ങൾക്ക് കാണാമോ? ഞാൻ ഇങ്ങോട്ട് ഒറ്റയ്ക്ക് വരുമ്പോൾ എൻ്റെ നന്ദു ചേട്ടാ നാളെ രാവിലെ പോടാ വിഷു ഇവിടെ. ഗൈസ് ഇന്ന് ഞങ്ങളുടെ കണിയും വിഷുവും എല്ലാം ഇവിടെയാന്ന് തോന്നുന്നു. എവിടെ റേറ്റ് ഇന്ന് ഈ വണ്ടിക്ക് കാരണം ഇന്ന് ഫുൾ ടാങ്ക് അടിക്കുന്ന ദിവസമാണ്. എന്നൊക്കെ മാഹി കാണാതെ പോയിട്ടുള്ള കണ്ടിട്ട് പോയിട്ടുണ്ട്, ഒന്നല്ല ഈ വണ്ടിയിൽ ഫുൾ ടാങ്ക് അടിക്കും. എല്ലാ വണ്ടിയിലും അല്ലേ? മാഹി പാസ് ചെയ്യുന്ന ഞങ്ങളുടെ എല്ലാ വണ്ടിയും എന്നും ഫുൾ ടാങ്ക് ആയിരിക്കും. നല്ല വാഷുമാട്ടോ, പുതിയ പമ്പായതുകൊണ്ട് ഫുൾ ടാങ്ക്. ഹേ ഹായ്, ഒരു വണ്ടി നിറയെ ആൾക്കാർ എൻ്റെ അലമ്പ് കണ്ടുണ്ട്. ഗൈസ് മാഹിന്ന് എന്തിനാണ് പെട്രോൾ അടിക്കുന്നതെന്ന് അറിയാത്തവർക്ക്, പെട്രോളിനും ഡീസലിനും 11 to 12 രൂപ കുറവാണ് ഇവിടെ കേരളത്തിനെ അപേക്ഷിച്ചിട്ട് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതത് ടാക്സ് ബെനിഫിറ്റ്സ് ആണ്. സോ എൻജോയ്. മാഹിയിൽ നിന്ന് നേരെ കണ്ണൂർ വഴി കാസർഗോഡേക്ക് ഇനി 2 മണിക്കൂർ 45 മിനിറ്റ്സ് ഉണ്ട്. 107 കിലോമീറ്ററും ബാക്കിയുണ്ട്. ഹൈവേയുടെ പണി പകുതിയും കഴിഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല റോഡും കിട്ടും കേട്ടോ. ഗൈസ് ഞാൻ കൈ നിറയെ ഈ സാധനം മേടിച്ചു. ഇത് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത്? എന്ന് വെച്ചാൽ ഉപ്പിലിട്ടതും മേടിച്ചു. സോ അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോവാണ് ഗൈസ്. ഇതിനെ നിങ്ങൾ കോയി ചെങ്ക് എന്നാണോ പറയുന്നത്? എനിക്ക് നന്നാ ചേട്ടാ. നിങ്ങൾ എന്ത് ചെങ്കാന്നൊന്നും അറിയത്തില്ല. സോ ലെറ്റ്സ് ഗോ ടു ഹോം. നമുക്ക് സർപ്രൈസ് കഴിക്കണ്ടേ? കം ഓൺ. നന്ദുവിന് വിശ്വാസമില്ലാത്തതുകൊണ്ടും ഇനി ഭക്ഷണം വീട്ടിൽ നിന്ന് കഴിക്കാം എന്ന ആഗ്രഹം വന്നുകൊണ്ടും ഇനി ഇതാണൊന്ന് രക്ഷ. അപ്പോൾ ഞങ്ങള് സർപ്രൈസ് കൊടുക്കാനായി വീടിന്റെ അടുത്തെത്തുകയാണ്.
വിത്തിൻ സെക്കൻഡ്സ് നമ്മൾ വീട്ടിലെത്തുന്നതാണ് ഗൈസ്. എന്നിട്ട് എന്താ അവരുടെ സർപ്രൈസ് നമുക്ക് ചിന്ന ഡ്രിഫ്റ്റ് ഒക്കെ ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ കല്യാണത്തിന് ശേഷം അവിടെ 2 വട്ടം ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. കഴിഞ്ഞ ലാസ്റ്റ് വന്ന് കറ്റേറിന് ഇനാഗ്രേഷൻ. കഴിഞ്ഞ ഓണം തിരുവനന്തപുരത്ത് ആയതുകൊണ്ട് ഇത്തവണ വിഷു ഇവിടെ ആക്കാന്നായിരുന്നു. നമ്മൾ ഇന്നലെ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഈ ഡിങ്കന്റെ വാക്കിംഗ് ടൈം ആണ്. അച്ഛൻ എനിക്ക് ഡിങ്കനെയും കൊണ്ട് റോട്ടിൽ ഉണ്ടാവൂന്ന് എനിക്കൊരു സംശയം. ശരി, നമ്മള് എത്താറാന്ന്. ചിലപ്പോ അവർക്ക് അറിഞ്ഞിട്ട് നമ്മളായിരിക്കും ഞെട്ടാൻ പോകുന്നത്. എന്തായാലും ഏറ്റവും വലിയ സങ്കടം വീട്ടില് ഭക്ഷണം ഉണ്ടാവുന്നറിയില്ല. വിഷം നമ്മൾ പുറത്തുനിന്ന് പോലും കഴിച്ചിട്ടില്ല. ഞാനൊരു ചിക്കൻ കറിയൊക്കെ മേടിച്ചു വരുന്നുണ്ട്. ഇവിടെ അത് ഒറ്റയ്ക്ക് തണ്ടി വരും. ശരി, അപ്പം പോയി നോക്കട്ടെ കേട്ടോ. നേരെ പോലെ താഴോട്ട് ഇറങ്ങുന്നു. നോക്കട്ടെ. മാങ്ങ പറിക്കുന്ന കണി വെക്കുന്നു. അവിടെ വീട്ടിലാരും ഇല്ലാന്നാ തോന്നുന്നു. വീട്ടിലെല്ലാരും ഉണ്ട്. വണ്ടി ഉണ്ടോ നോക്ക്. വണ്ടിയില്ല. വണ്ടിയില്ലല്ലോ. വണ്ടിയുണ്ട്. ലൈറ്റ് ഒന്നുമില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ലൈറ്റ് അപ്പുറത്തെ സൈഡ്. അത് വാഴ വളർന്നുകൊണ്ട് എന്തൊക്കെയാണ് വലിയ. നോക്കട്ടെ. ലെഫ്റ്റ്. അയ്യോ, അച്ഛൻ ഇതില്ലാതെ നിൽക്കുന്നു. നീ അത് സാരില്ല. ഹലോ, ലൈറ്ററൊക്കെ സർപ്രൈസ് ആയില്ലേ? സുഖല്ലേ? ഹലോ ബാബേ. പിന്നെന്താ പിടിച്ചോളൂ. ഞാൻ എന്റെ അമ്മേനെ എങ്ങനെ കരയിപ്പിച്ചെന്ന് കാണാം. അമ്മ ആനന്ദ കണ്ണീരാണോ വിഷമിച്ച് കറിഞ്ഞാണോ എന്നറിയില്ല. ഏട്ടനടുത്തു നമ്മളെല്ലാരോടും പറഞ്ഞ ദുബൈക്ക് പോയി. വിഷുവിൻ്റെ തലേന്ന് രാത്രി മുതൽ പടക്കം പൊട്ടിച്ചുകൊണ്ടാണ് ഞങ്ങൾ വിഷുവിനെ തുടക്കം കുറിക്കുക കേട്ടോ. ഇത്തവണ വിഷുവിന് അമ്മണിയുടെ ഒരു ഫ്രണ്ട് കൂടെയുണ്ട്. പുള്ളിക്കാരി ഒറീസയിൽ നിന്നാണ്, അപർണ. വിഷു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നാട്ടിലേക്ക് വന്നതാണ്. മാലപ്പടക്കം, കമ്പിത്തിരി, പൂത്തിരി അങ്ങനെ ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല. രാവിലെ 4:30 അമ്മയാണ് എന്നെ വിളിച്ചെണീപ്പിച്ചത്. ഞാൻ നന്ദുവിൻ്റെ കണ്ണു പൊത്തിക്കൊണ്ടുവന്ന് കണി കാണിച്ചു. നന്ദുവിനെ മാത്രമല്ല അച്ഛനെയും ഏട്ടനെയും എല്ലാവരെയും കണി കാണിച്ചത് ഞാനാണ്. അമ്മ നന്ദിന്റെ ഡ്രസ് നോക്കമ്മ. അപ്പൊ ഏട്ടനെ വിളിക്കുന്നില്ലേ? കൊടുത്ത് പൈസ ചേച്ചിയും കൂടെ ഞാനല്ല ചേച്ചി എടുത്താ. ചേച്ചി വരുമ്പോ പറഞ്ഞോ ഗൈസ് ഞങ്ങള് വിഷു കാണിക്കാൻ പറ്റുമോ? കുറച്ച് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചതാ. ഓക്കെ, നമുക്ക് ഓപ്പണിംഗ് വീഡിയോ എടുക്കാം. നീ അല്ല അമ്മ അങ്ങനെയാ തരണത്. എനിക്ക് ഗൂഗിൾ പേ എന്നാ എനിക്ക് എന്റെ പങ്ക് ഞാൻ എടുക്കട്ടാ. ഒരു താല്പര്യമില്ലല്ലോ. ഞാൻ കുറച്ച് ചൈനീസ് പടക്കവും മേടിച്ചിട്ട് നോട്ടിന്റെ വലിപ്പം കുറച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ.
വേണ്ട. അയ്യോ കാലൊന്നും വേണ്ടി. അതെ. ഇപ്പൊ മാത്രമേ സച്ചു അയ്യോ ഞാൻ പേര് മറന്നുപോയി. സച്ചു കളി മറ്റു കുട്ടീനെ വിളി. അയ്യോ ലൈക്ക് എൽഡർ പേഴ്സൺ ഹാവ് ടു ഗിവ് ടു യങ് കളി വേണ്ട. സച്ചു അങ്ങനെ ഞങ്ങൾ വെളുപ്പാങ്കാലത്ത് എണീറ്റത് അമ്പലത്തിലൊന്നും പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് ഏതോ വീട്ടിന്റെ ബാക്കിൽ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. വീട്ടിന്റെ ബാക്കിലല്ല, ഇത് നമ്മളെ അമ്പലം തൊട്ടടുത്ത. അയ്യമ്മ ഇത് മഹാലക്ഷ്മിപുരം വിഷ്ണു ക്ഷേത്രം. ഇത് ഞങ്ങളുടെ സ്വന്തം അമ്പലമാണ് കേട്ടോ. ആദ്യത്തെ കണി, ആദ്യത്തെ അല്ല, വീട്ടിൽ നിന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ കണി. എന്നും ഇത്രയും വർഷമായിട്ട് അതെന്നും ഇവിടെയാണ്. ഗൈസ് നമ്മൾ അമ്പലത്തിൽ പോയി, അടുത്ത് നമ്മൾ തറവാട്ടിൽ പോവാണ് കണി കാണാൻ. എൻ്റെ പിറകെ ഒരു ലോകം തന്നെയുണ്ട് ഗൈസ്. രാവിലെ 500 രൂപ തന്നിട്ട് 1/2 കിലോമീറ്ററോളം നടത്തുകയും സന്തോഷത്തിന് വണ്ടി പോകാൻ പറ്റും. ഞാൻ വണ്ടി പോകാൻ പറ്റില്ല, നടന്ന് തന്നെ പോകണം. നല്ല ആൾക്കാർ മുഴുവൻ കാണുന്നു. ഒരു എന്തത് നാട്ടുകാർ മുഴുവൻ ഇങ്ങനെ നടക്കണ്ട. അപ്പൊ എല്ലാരെയും കാണാനും സംസാരിക്കാനും പറ്റും. ഗൈസ് അമ്മണിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. അമ്മണീനെ കൊടുത്തു. അമ്മണീനെ ഇനി മുതൽ വീഡിയോയിലും ആൾക്കാർ നിൽക്കുമ്പോഴും അമ്മണീന്ന് വിളിക്കാൻ പാടില്ല, ജോ എന്ന് വിളിക്കണം. ജ്യോതിയുടെ ജോ. ഈ കൂട്ടി വെച്ചിരിക്കുന്ന വിറക് വേണ്ട, ഇത് 1-ാം തീയതി കത്തിക്കും, അല്ല 19-ാം തീയതി കത്തിക്കും. ആ തീയിലേക്കാണ് മറ്റേ തെയ്യം ചാടൂലേ, ഞാൻ പറഞ്ഞിട്ട് ഒറ്റക്കോലം ഇങ്ങനെ ഇത് റൂട്ട് ഈ പാടത്തു കൂടെ നടക്കും. ഇട ചാടും, അതായത് തീയിൽ തുള്ളും. നമ്മ ഒറ്റക്കോലം എന്ന് പറയും, ഒരു തെയ്യ. ഇത് കരിച്ചേരി താഴത്തെ വീട് തറവാട്, അച്ഛൻ്റെ തറവാടാണ്. രണ്ടാമത്തെ കണിയും, രണ്ടാമത്തെ അല്ല 3-ാമത്തെ കണിയും ഇവിടുത്തെ വല്യമ്മേരെ കയ്യിൽ നിന്ന് 1 രൂപയുടെ കൈനീട്ടവും ഉണ്ണിയപ്പവും ഈ നാട്ടിലെ മുഴുവൻ ആൾക്കാരും വിഷു ദിവസം അത് വാങ്ങാറുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നേരമൊക്കെ വെളുത്തു തുടങ്ങിട്ടോ. പിന്നെയും ഞങ്ങൾ നടപ്പ് തുടങ്ങി അടുത്ത സ്ഥലത്തേക്ക്. അതിൻ്റെ ഇടയിൽ ഫോട്ടോഷൂട്ടും. ഏട്ടനാണ് ഫോട്ടോഗ്രാഫർ, വീഡിയോഗ്രാഫർ അമ്മണി. ഇത് ഞങ്ങളുടെ പട്ടേൽ തറവാട്, 3-ാമത്തെ അല്ല 4-ാമത്തെ വിഷുക്കണി. ഇതൊരു വയനാട്ട് കുലവൻ തറവാട് കൂടാണേ. ഇത് ഈ തറവാട്ടിൽ നിന്ന് കിട്ടുന്ന പ്രസാദമാണ്, ഭയങ്കര ടേസ്റ്റ്. അയ്യോ കാണിച്ചോടാ. അയ്യോ നിക്ക് ഗൈസ്, നമ്മൾ തിരിച്ചു വരികയാണ്. അപ്പം 3 അമ്പലത്തിൽ, 2 തറവാടുകളിൽ 1 അമ്പലത്തിലെയും വിഷുക്കണിക്ക് ശേഷം ഇപ്പോൾ സമയം 7 മണിയായിട്ടുണ്ട്. നമ്മൾ തിരിച്ചു വരികയാണ് ഗൈസ്. ഫോട്ടോഗ്രാഫർ റെഡിയാണ്, കിട്ടുമെന്ന് മാത്രം അറിഞ്ഞൂടാ. കുയില് കൂവുന്ന. ഹലോ. അപ്പം നമ്മൾ സത്യം പറഞ്ഞ് ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ഇന്നലെ തുറക്കും, ഇനി ഞാൻ തുറക്കും. അങ്ങനെ 1 മണിക്കൂർ ഞാൻ കിടന്ന് ഉറങ്ങി. അമ്മയുടെ ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഏട്ടൻ സഹായിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പാല് തിളപ്പിക്കാൻ. പക്ഷേ പാല് തിളച്ച് മറിഞ്ഞു. സോ അതുകൊണ്ട് ഞാൻ സഹായിക്കാൻ വന്നിട്ടില്ല, വെറുതെ എന്തെങ്കിലും ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കണേ. അപ്പോൾ നമുക്ക് എന്താണ് ഫുഡ് നോക്കാം. ഒരു മൈൻഡ് ചെയ്തൂടെ, ഒരു വൈക്ക് പോകുമ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് മൈൻഡ് ചെയ്തിട്ട് ഹാപ്പി വിഷു പറ. ഹാപ്പി വിഷു. ഓക്കെ. അപ്പോൾ ഞാൻ എന്താ ഫുഡിനെന്ന് കാണിച്ചു തരാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ ഓണത്തിനും വിഷുവിനും വിത്തൗട്ട് ചിക്കൻ ഞങ്ങൾക്ക് ഒരു പരിപാടിയില്ല. ഇത് അമ്മയുടെ ഏറ്റവും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ചിക്കൻ സുക്ക എന്ന് പറയും, നമ്മൾ ചിക്കൻ ഉരുക്കിയതെന്ന് പറയും. ദെൻ അമ്മ വേറെ എന്തില്ലേ, പായസം റെഡി. അവിയൽ കൊടുത്തു. അവിയലല്ല, എന്തിനും ആവശ്യമില്ലാത്തടത്ത് ഞാൻ കഴിയുന്നത് ആയില്ല. മൂട് വന്നിച്ചാൽ മതി അമ്മേ. 1 മിനിറ്റ്. ഓക്കെ. പയറ്. വാവ്, മൈ ഫേവറേറ്റ്. ഓക്കെ. ഇതാവിയല്ലേ. വാവ്. പപ്പടം ഞാൻ ഉണ്ടാക്കിയതാണ്. വാവ്. ഓക്കെ. ഈലെന്തി മൂട് വന്നിച്ചാൽ മതി ജസ്റ്റ്. അത് മീൻകറി ഇന്നലത്തെ. അത് വേണ്ട, കാണിക്കണ്ട. അപ്പം ഇതാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ പപ്പടം ഇവിടെ എവിടെയോ ഉണ്ട്. ഇന്നലെ ഞങ്ങൾ തന്ന സർപ്രൈസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് നല്ലൊരു സർപ്രൈസ് ആയിരുന്നു. എന്നിട്ടില്ലേ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഫുഡ് ഇല്ലാതിരിക്കേണ്ട പറ്റിയ തോന്നുന്നു. അപ്പൊ എന്തായാലും ഫുഡ് ചോറുണ്ടാക്കി. ചോറില്ല. എന്നിട്ട് അവസാനം അമ്മ ചോറുണ്ടാക്കി. അങ്ങനെ ഞാൻ ഉള്ളത് വെച്ച് ഞാൻ കഴിച്ചു, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ നല്ല ചോറുണ്ടാക്കി. അങ്ങനെ ഇന്ന് നമ്മൾ ഹാപ്പി വിഷു അമ്മ. ഹാപ്പി വിഷു. ചോറ് കഴിക്കാം. നമ്മൾ ഇലയിൽ ചോറ് വേണം.
എന്തൊക്കെ പരിപാടി ആയിരുന്നു അതൊക്കെ പറഞ്ഞു. എല്ലാവരും കൈനീട്ടം മേടിച്ചു കഴിഞ്ഞു. എന്ത് കൈനീട്ടം എല്ലാം മേടിച്ചു കഴിഞ്ഞു. കണി മടക്കി കണി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധിക നേരം വെക്കാൻ പാടില്ല. അതാരാ പോകുന്നത്? അതെന്റെ അച്ഛൻ, ഇതെന്റെ മറ്റേ ആങ്ങള, അതൊരു മമ്മി. ആങ്ങളെ മാത്രം. എന്റെ ചേച്ചിയുടെ കുറവുണ്ട്. ചേച്ചി വൈകുന്നേരം ജോയിൻ ചെയ്യും ഗൈസ്. ഓക്കെ. ബാംഗ്ലൂർ ആയതുകൊണ്ട് ലീവിന്റെ പ്രശ്നങ്ങളുണ്ട്. ഒരാൾ ഒരാഴ്ച ലീവ് എടുത്തിട്ടുണ്ട്. എന്തിനൊന്നും ഫോൺ കിട്ടിയേട്ടാ. അപ്പൊ നീ ഇല കഴിക്കുന്നെടുക്കാം. ഓക്കെ. വിഷു ആയാലും ഓണം ആയാലും ഇവിടെ ചിക്കൻ മസ്റ്റാ. ഞാൻ കാണിച്ച് കറിയല്ല. ചോറ് വന്നു, സാമ്പാർ വരും. വരും. കുറച്ചുകൂടെ മതി. വിഷു ആയതുകൊണ്ട് മസ്റ്റായിട്ട് ഒരു സിനിമ കാണുന്നുണ്ടായിരുന്നു. ആലപ്പുഴ ജിങ്കാനയാണ് കണ്ടത്. ഷോ ഹൗസ്ഫുൾ ആയിരുന്നു. നല്ല ഓഡിയൻസും ആയിരുന്നു കേട്ടോ. ഭാഷ അറിയാണ്ട് സബ് ടൈറ്റിൽ പോലും ഇല്ലാണ്ട് ഒറീസയിൽ നിന്ന് വന്ന അപർണയ്ക്ക് മാത്രം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഗൈസ്, നമ്മൾ വീട്ടിലേക്ക് തിരിച്ചെത്തി. ബാ 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 നമ്മള് ഇന്നലെ സർപ്രൈസ് ആകെ ഞാൻ പറഞ്ഞ ചേച്ചി എടുത്താ. ദിസ് ഇസ് മൈ ഏട്ടത്തിയമ്മ. എവിടെ? ദിസ് ഇസ് മൈ ഏട്ടത്തിയമ്മ. ഹാപ്പി വിഷു പറയാം. താങ്ക് യു. താങ്ക് യു. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും പടക്കം പൊട്ടിക്കുന്നു. ഓക്കെ, ശ്വാസം ഇപ്പോഴായിരിക്കും വെട്ടിട്ടുണ്ടാവുക. അപ്പോൾ വീണ്ടും നമ്മൾ പടക്കം പൊട്ടിക്കുന്നു. നമ്മൾ വിഷു ക്ലൈമാക്സിലേക്ക്. ഓക്കെ. അയ്യോ, വേറൊരു കാര്യം കൂടെ ഉണ്ട്. ക്ലൈമാക്സിന് മുന്നേ നമ്മൾ ഇന്ന് രാത്രി തെയ്യം കാണാൻ പോകും. എല്ലാം കഴിഞ്ഞ് കരിച്ചേരി തറവാട്ടിൽ ഇന്ന് തെയ്യത്തിൻ്റെ കുളിച്ചേറ്റമായിരുന്നു. അതായത് തെയ്യത്തിൻ്റെ പുറപാട്. ഇനി അങ്ങോട്ട് ഞങ്ങൾക്ക് തെയ്യത്തിൻ്റെ ദിവസങ്ങളായിരുന്നു. അപ്പം ഗുഡ് നൈറ്റ് ആൻഡ് ഹാപ്പി വിഷു.